ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തിൽ ഖത്തറിൽ നിന്ന് ഇസ്രയേൽ കടുത്ത പ്രതിഷേധം നേരിടുന്നതിനിടെ യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേലിലേക്ക്. നിർണായക ചർച്ചകൾക്കായി റൂബിയോ ഇസ്രയേലിലേക്ക് തിരിച്ചു. വർഷങ്ങളായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ ഇസ്രയേൽ അട്ടിമറിക്കാൻ ശ്രമിച്ചതായി ഖത്തർ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തിയ സാഹചര്യത്തിലാണ് റൂബിയോയുടെ ഇസ്രയേൽ സന്ദർശനം. ഇസ്രയേൽ ആക്രമണത്തിൽ യു.എസും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സന്തുഷ്ടരല്ലെന്ന് യാത്ര തിരിക്കുന്നതിനു മുൻപ് റൂബിയോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഗാസയിലെ സൈനിക വിന്യാസം, ഹമാസിനെതിരായ നീക്കം, ദോഹയിൽ നടത്തിയ വ്യോമാക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ റൂബിയോ ഇസ്രയേൽ നേതാക്കളുമായി ചർച്ച ചെയ്തേക്കും. ബന്ദികളുടെ കുടുംബങ്ങളുമായും റൂബിയോ കൂടിക്കാഴ്ച നടത്തും. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ യു.എസിന്റെ മുൻഗണനകളും മിഡിൽ ഈസ്റ്റിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും റൂബിയോ ഇസ്രയേലിനെ അറിയിക്കുമെന്ന് യു.എസ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് ടോമി പിഗോട്ട് പറഞ്ഞു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന ചർച്ചകൾക്കിടയിൽ ഇസ്രയേൽ ദോഹയിൽ നടത്തിയ ആക്രമണം മധ്യസ്ഥനായ ഖത്തറിനെയും മേഖലയിലെ മറ്റ് പ്രധാന യു.എസ്. സഖ്യകക്ഷികളെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഫ്രാൻസും കാനഡയും ഉൾപ്പെടെ നിരവധി യു.എസ്. സഖ്യകക്ഷികൾ പലസ്തീനെ അംഗീകരിക്കുമെന്ന പ്രഖ്യാപനം നടത്തി. ഈ സാഹചര്യത്തിലാണ് റൂബിയോയുടെ നിർണായക ഇസ്രയേൽ സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം യു.എസും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തെ ഖത്തറിലെ ആക്രമണം ബാധിക്കില്ലെന്നും എന്നാൽ ഹമാസ് തടവിലാക്കിയിരിക്കുന്ന മുഴുവൻ ബന്ദികളെയും തിരികെ കൊണ്ടുവരാനും ഭീകരരെ ഇല്ലാതാക്കാനും ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ ഈ ആക്രമണം എങ്ങനെ ബാധിക്കുമെന്നും ഇസ്രയേലുമായി ചർച്ച ചെയ്യുമെന്നും റൂബിയോ പറഞ്ഞു. ഇനിയും 48 ബന്ദികളെ മോചിപ്പിക്കേണ്ടതുണ്ട്. ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന ജീവിത നിലവാരം നൽകുന്ന വിധത്തിൽ ഗാസ പുനർനിർമ്മിക്കുക എന്ന വലിയ ജോലി മുന്നിലുണ്ട്. ആരാണ് അത് ചെയ്യേണ്ടത്, ആരാണ് അതിനുള്ള പണം നൽകേണ്ടത്, ആരാണ് പ്രക്രിയയുടെ ചുമതല വഹിക്കേണ്ടത് എന്നിവയെക്കുറിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്നും റൂബിയോ പറഞ്ഞു. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ഖത്തറിലെ ദോഹയിൽ നടത്തിയ ആക്രമണം ഇസ്രയേലിന് തിരിച്ചടിയാകുന്നു. മധ്യസ്ഥ ചർച്ചയ്ക്കായി ഖത്തറിലെത്തിയ ഹമാസ് ഉന്നത നേതാവ് ഖലീൽ അൽ ഹയ്യ, ഹമാസിന്റെ വെസ്റ്റ് ബാങ്ക് തലവൻ സഹീർ ജബാറിൻ, ഷൂറ കൗൺസിൽ അധ്യക്ഷൻ മുഹമ്മദ് ദാർവിഷ്, വിദേശകാര്യ തലവൻ ഖാലിദ് മാഷൽ എന്നിവരെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ആക്രമണം. നേതൃനിരയെ ഒന്നാകെ ഇല്ലാതാക്കിയാൽ ഹമാസ് നിർവീര്യമാകുമെന്ന കണക്കുകൂട്ടലിലാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് എത്തിയ നേതാക്കളെ വധിക്കാൻ ഖത്തറിന്റെ മണ്ണിലാണെങ്കിലും ആക്രമണം നടത്തുക എന്ന സാഹസത്തിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തയ്യാറായത്. എന്നാൽ ലക്ഷ്യം നിറവേറ്റാൻ ഇസ്രയേലിനായില്ല. മാത്രമല്ല, ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രയേൽ ഒറ്റപ്പെടുകയും ചെയ്തു. ഗാസയിലെ വെടിനിർത്തലിനായി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവെച്ച ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളെ തത്വത്തിൽ അംഗീകരിക്കുന്നുവെന്നും ചർച്ചകൾക്കൊരുക്കമാണെന്നും ഹമാസ് അറിയിച്ചതിനു പിന്നാലെയായിരുന്നു ചൊവ്വാഴ്ച ഇസ്രയേലിന്റെ ആക്രമണം. വെടിനിർത്തൽ ചർച്ചയ്ക്ക് എത്തിയവരെ വധിക്കാൻ ശ്രമിച്ചതും ചർച്ചയ്ക്ക് മാധ്യസ്ഥം വഹിച്ച ഖത്തറിൽ ആക്രമണം നടത്തിയതും ഇസ്രയേലിന് ന്യായീകരിക്കാൻ സാധിച്ചില്ല. സംഘർഷം അവസാനിപ്പിച്ച് അതിന്റെ നേട്ടം ഏറ്റെടുക്കാൻ കാത്തിരുന്ന ട്രംപിനും ഇസ്രയേലിന്റെ നീക്കം തിരിച്ചടിയായി. ആക്രമണം നെതന്യാഹുവിന്റെ തീരുമാനമാണെന്ന പ്രസ്താവനയിലൂടെ ഇസ്രയേലിന്റെ നടപടിയിൽ അതൃപ്തി പരസ്യമാക്കിയ ട്രംപ് ആക്രമണം ഇനി ആവർത്തിക്കില്ലെന്ന് ഖത്തറിന് ഉറപ്പു നൽകുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങളിൽ യു.എസിന് സൈനിക താവളങ്ങളുണ്ട്. അടുത്ത കാലത്ത് ഈ രാജ്യങ്ങളുമായി യു.എസ്. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം യു.എസ്. ശക്തമാക്കിയിരുന്നു. ആദ്യമായി ഒരു ഗൾഫ് രാജ്യത്തെ ഇസ്രയേൽ നടത്തിയ ആക്രമണം ഇസ്രയേലിന്റെ ഉറ്റ സുഹൃത്തായ യു.എസിനെയും ബാധിക്കുന്നതാണ്. ഇത് തിരിച്ചറിഞ്ഞാണ് പ്രതിഷേധം തണുപ്പിക്കാൻ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ ആൽ താനിക്ക് വൈറ്റ് ഹൗസിൽ വിരുന്നൊരുക്കിയത്. യു.എസ്. പ്രസിഡന്റിന്റെ ഉപദേശകനും പ്രത്യേക ദൂതനുമായ സ്റ്റീവ് വിറ്റ്കോഫും വിരുന്നിൽ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആൽ താനിയുമായി 1 മണിക്കൂർ ചർച്ച നടത്തുകയും ചെയ്തു. ചർച്ചകൾക്കായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേലിലേക്ക് പുറപ്പെട്ടതും നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ്. ദോഹയിൽ നടന്ന വ്യോമാക്രമണത്തെ ഐക്യരാഷ്ട്ര സഭയിൽ അപലപിക്കാൻ ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് തയ്യാറാക്കിയ പ്രമേയത്തെ ഇസ്രയേലിനെ ഏറ്റവുമധികം പിന്തുണയ്ക്കുന്ന യു.എസ്. ഉൾപ്പെടെ പിന്തുണച്ചത് ശ്രദ്ധേയമാണ്. നേരത്തെ ഇസ്രയേലിനെതിരെ വന്ന പ്രമേയങ്ങളെല്ലാം യു.എസ്. വീറ്റോ ചെയ്യുകയായിരുന്നു പതിവ്. ഖത്തറിൽ ആക്രമിച്ച നെതന്യാഹുവിന്റെ നടപടിയിൽ ട്രംപിനുള്ള അതൃപ്തി പ്രമേയത്തെ പിന്തുണച്ചതിലൂടെ കൂടുതൽ വ്യക്തമായി. അതേസമയം ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തിനെതിരായ ആക്രമണം മുഴുവൻ GCC രാജ്യങ്ങളുടെ നേരെയുള്ള ആക്രമണമായി മാത്രമേ കാണാൻ കഴിയൂ എന്നും UAE വ്യക്തമാക്കി. ഇസ്രയേൽ ആക്രമണത്തെ അറബ് പാർലമെന്റും ആഫ്രിക്കൻ പാർലമെന്റും അപലപിച്ചു. പലസ്തീൻ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം നിർദ്ദേശിച്ച് UN പൊതുസഭയിൽ ഫ്രാൻസ് കൊണ്ടുവന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത ഇന്ത്യയുടെ നടപടിയും ഇസ്രയേലിന് തിരിച്ചടിയാണ്. അടുത്ത കാലത്തെ UN പൊതുസഭയിൽ ഗാസ വിഷയം വോട്ടിന് വരുമ്പോൾ വിട്ടുനിൽക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്ന ഇന്ത്യയുടെ മുൻ നിലപാടിൽ നിന്നുള്ള മാറ്റമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 4 തവണ ഗാസ വിഷയത്തിൽ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരുന്നു. മോസ്കോ, റഷ്യയിൽ
യൂറോപ്പിലെ ഏറ്റവും വലിയൊരു എണ്ണ ശുദ്ധീകരണശാലയിൽ ശനിയാഴ്ച യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി. ആക്രമണത്തിൽ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് തീപിടിക്കുകയും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും റഷ്യൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. റഷ്യൻ എണ്ണ കമ്പനിയായ ബഷ്നേഫിന്റെ ഉടമസ്ഥതയിലുള്ള ഈ പ്ലാന്റ് യുക്രൈനിൽ നിന്ന് ഏകദേശം 1400 കിലോമീറ്റർ അകലെ മധ്യ റഷ്യൻ നഗരമായ ഉഫയുടെ പ്രദേശത്താണ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ഡ്രോൺ എണ്ണ ശുദ്ധീകരണശാലയിലേക്ക് വരുന്നതും തൊട്ടു പിന്നാലെ പൊട്ടിത്തെറിക്കുന്നതും ആകാശത്തേക്ക് തീയും പുകയും ഉയരുന്നതും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളിൽ കാണാം. ഒരു ഡ്രോൺ പ്ലാന്റിലേക്ക് ഇടിച്ചു കയറുകയും മറ്റൊന്ന് വെടിവെച്ചിടുകയും ചെയ്തുവെന്ന് റഷ്യൻ വക്താവ് പറഞ്ഞു. ആളപായമോ പരിക്കുകളോ ഉണ്ടായിട്ടില്ല. പ്ലാന്റിന് കേടുപാടുകൾ സംഭവിച്ചു തീപിടുത്തമുണ്ടായി. അത് അണയ്ക്കാൻ ശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ റഷ്യൻ റിഫൈനറികൾക്ക് നേരെയുണ്ടായ യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ ഒട്ടേറെ പ്രധാന പ്ലാന്റുകളിലെ സംസ്കരണക്ഷമതയെയും ബാധിക്കുകയും ഇന്ധനവില ഉയരാനും കാരണമായിരുന്നു. 2016 ബഷ്നഫിന്റെ ഉഫ ശുദ്ധീകരണ പ്ലാന്റിനെ രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണ പ്ലാന്റുകളിൽ ഒന്നാണെന്ന് ക്രെംലിൻ വിശേഷിപ്പിച്ചു. ഇവിടെ നിന്ന് 150-ലധികം തരം എണ്ണ ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വ്യോമാക്രമണം ശക്തമാക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ 2.5 ലക്ഷത്തിലധികം പേർ ഗാസ നഗരം വിട്ടു പോയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. IDF കണക്കുകൾ പ്രകാരം ഗാസ നഗരത്തിലെ 1/4 ദശലക്ഷത്തിലധികം ജനങ്ങൾ സ്വന്തം സുരക്ഷയ്ക്കായി നഗരം വിട്ടുപോയിട്ടുണ്ട് എന്ന് സൈനിക വക്താവ് കേണൽ അവിച്ചയ് അദ്രെ എക്സിൽ പറഞ്ഞു. ഗാസ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി ഏകദേശം 10 ലക്ഷം പലസ്തീനികൾ താമസിക്കുന്നുണ്ട് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പറയുന്നത്. ഗാസയിലെ മാധ്യമ നിയന്ത്രണങ്ങളും പല പ്രദേശങ്ങളിലേക്കും പ്രവേശിക്കുന്നതിനുള്ള വെല്ലുവിളികളും കാരണം സൈന്യം നൽകുന്ന വിശദാംശങ്ങളോ പലസ്തീൻ പ്രദേശത്തെ സിവിൽ ഡിഫൻസ് ഏജൻസി റിപ്പോർട്ട് ചെയ്ത ടോൾ കണക്കുകളോ സ്വതന്ത്രമായി പരിശോധിക്കാൻ ന്യൂസ് ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല. ഗാസയിൽ തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ശനിയാഴ്ച പടിഞ്ഞാറൻ ഡിസ്ട്രിക്റ്റുകളിലെ താമസക്കാരെ ഒഴിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ലഘുലേഖകൾ ഇസ്രായേൽ സൈന്യം വിതരണം ചെയ്തിരുന്നു. നിങ്ങളുടെ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണത്തിന് ഒരുങ്ങുകയാണ്. ഹമാസിനെ നേരിടാൻ സൈന്യം ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സുരക്ഷയ്ക്കായി ഗാസയുടെ തെക്കുഭാഗത്തുള്ള അൽ റാഷിദ് സ്ട്രീറ്റ് വഴി ഉടനെ ഒഴിഞ്ഞു പോകുക എന്നാണ് ലഘുലേഖയിൽ പറയുന്നത്. അതേസമയം ഗാസ സിറ്റിയിൽ ഇസ്രായേൽ തുടരുന്ന അതിരൂക്ഷ ആക്രമണത്തിൽ ഇന്നലെ 32 പേർ കൂടി കൊല്ലപ്പെട്ടു. 12 പേർ കുട്ടികളാണ്. ഗാസ സിറ്റി ഒഴിയണമെന്ന് ഇസ്രായേൽ സൈന്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടെങ്കിലും ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ല എന്ന് ചൂണ്ടിക്കാട്ടി ഭൂരിപക്ഷം പേരും സിറ്റിയിൽ തുടരുകയാണ്. ഇന്നലെ 7 പേർ കൂടി മരിച്ചതോടെ ഗാസയിൽ പട്ടിണി മരണങ്ങൾ 420ആയി. യമൻ തലസ്ഥാനമായ സനായിൽ ഹൂത്തികൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ താമസ കേന്ദ്രങ്ങൾ തകർന്നടിഞ്ഞു. ബുധനാഴ്ച മാത്രം 46 പേർ കൊല്ലപ്പെട്ടു. കുളിമുറിയിൽ കുളിക്കുന്നവർക്കും അമീബയ്ക്ക് മസ്തിഷ്ക ജ്വരം. വിശദ പഠനം വേണം. ഏറ്റവും കൂടുതൽ കേസ് കേരളത്തിൽ. അമീബയ്ക്ക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തണമെന്ന് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം. ഇതുവരെ മലിനജലത്തിൽ കുളിക്കുന്നവർക്കാണ് രോഗം ബാധിക്കുന്നത്. എന്നാൽ കുളിമുറിയിൽ കുളിക്കുന്നവർക്കും രോഗം ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നിർദ്ദേശം. ഈ വർഷം രോഗം ബാധിച്ച് 16 പേരാണ് മരിച്ചത്. പ്രതിരോധത്തിലും പഠനത്തിലും ഫലപ്രദമായ ഏകോപനമില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിലാണ്. രോഗം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. ജലം ശുദ്ധീകരിക്കുന്നതിനുള്ള ക്യാമ്പയിൻ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആരോഗ്യ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് എൻസെഫലൈറ്റിസ്. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപുടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കും. 97% മരണനിരക്കുള്ള രോഗമാണിത്. വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. രോഗാണുബാധയുണ്ടായാൽ 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകും. രോഗലക്ഷണങ്ങൾ: തീവ്രമായ തലവേദന, പനി, ഓക്കാനവും ഛർദിയും, കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട്, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത, നിഷ്ക്രിയരായി കാണപ്പെടുക, സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ. രോഗം ഗുരുതരമായാൽ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ്. പ്രതിരോധം: കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും നീന്തുന്നതും ഒഴിവാക്കുക. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യണം. ജലസ്രോതസ്സുകളിൽ കുളിക്കുമ്പോൾ മൂക്കിലേക്ക് വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം. മലിനജലത്തിൽ മുങ്ങിക്കുളിക്കുന്നതും മുഖവും വായും ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കഴുകുന്നതും ഒഴിവാക്കണം. കിണറ്റിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്തതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. വെള്ളം സംഭരിക്കുന്ന ടാങ്കുകൾ കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കണം. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് 17കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്.
പിന്നാലെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ ആരോഗ്യവകുപ്പ് പൂട്ടി. വെള്ളത്തിന്റെ സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് 17-കാരന് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം ഇയാൾ സുഹൃത്തുക്കളൊപ്പം സ്വിമ്മിംഗ് പൂളിലെത്തി കുളിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂളിലെ വെള്ളം പരിശോധിക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കം. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചവരുടെ കണക്കുകളിൽ വ്യക്തത വരുത്തി ആരോഗ്യവകുപ്പ് രംഗത്തെത്തി. ഈ വർഷം 66 പേർക്ക് രോഗബാധ ഉണ്ടായെന്നും 17 പേർ മരിച്ചെന്നുമുള്ള പുതിയ കണക്ക് പ്രസിദ്ധീകരിച്ചു. 2025 കേരള ഏകകിടപ്പാടം സംരക്ഷണ ബിൽ കരടിന് അംഗീകാരം നൽകി. തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണത്താൽ മനഃപൂർവ്വമായി വീഴ്ച വരുത്താത്ത തിരിച്ചടവ് മുടങ്ങിയെന്ന് നിർദ്ദിഷ്ട സമിതികൾ കണ്ടെത്തിയ കേസുകളിൽ തങ്ങളുടെ ഏകപാർപ്പിടം നഷ്ടപ്പെടുമെന്ന അവസ്ഥ വരുമ്പോൾ പാർപ്പിട അവകാശം സംരക്ഷിക്കുന്ന ബില്ലാണിത്. പ്രതിവർഷം 3 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്കും ആകെ വായ്പാ തുക 2 ലക്ഷം രൂപയും പിഴയും പിഴപ്പലിശയും അടക്കം 10 ലക്ഷം രൂപയും കവിയാത്ത കേസുകൾക്കാണ് കർശന ഉപാധികളോടെ നിയമപരിരക്ഷ ലഭിക്കുക. 2025 വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ കരട് മന്ത്രിസഭായോഗം അംഗീകരിച്ചു. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ലാണിത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം കേന്ദ്ര നിയമത്തിൽ ഇത്തരമൊരു ഭേദഗതി കൊണ്ടുവരുന്നത്. 1961 കേരള വന നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള 2025 കേരള വന ഭേദഗതി ബിൽ കരടിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ വനം വകുപ്പ് മുഖേന മുറിച്ച് വിൽപ്പന നടത്തി അതിന്റെ വില കർഷകന് ലഭ്യമാക്കുന്നതിനുള്ള വ്യവസ്ഥയാണ് ബില്ലിലുള്ളത്. കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി അംഗീകരിച്ചു. 2025 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരവിദേശ വികസനവും ഭേദഗതി കരട് ബിൽ അംഗീകരിച്ചു. കേരള മുനിസിപ്പാലിറ്റി ആക്ട് ഭേദഗതി കരട് ബിൽ അംഗീകരിച്ചു. കേരള പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതി കരട് ബിൽ അംഗീകരിച്ചു. 2025 കേരള സ്വകാര്യ കൈവശമുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ കരട് അംഗീകരിച്ചു. ക്രമവൽക്കരണം അനുവദിക്കുന്ന ഭൂമിക്ക് നിർണയിച്ച പ്രകാരം പരിധി ഏർപ്പെടുത്തും. കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന കാളപ്പൂട്ട്, കന്നുപൂട്ട്, മരമടി, ഉഴവു മത്സരങ്ങൾ തുടർന്ന് നടത്തുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി. 1960 കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള കരട് ബിൽ. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സപ്ലൈകോയിൽ വില കുറയ്ക്കാൻ ആലോചന. പുറം വിപണിയിൽ കാര്യമായ വിലവർധനയുണ്ടാകാത്ത ഏതാനും ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചേക്കും. ഓണക്കാലത്ത് റെക്കോർഡ് വരുമാനം നേടിയ സപ്ലൈകോ ആ നേട്ടം തുടരാനുള്ള തന്ത്രങ്ങളാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആലോചിക്കുന്നത്. ഓണക്കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ, അരി, മുളക് എന്നിവ നൽകിയതിനാൽ ജനം കടകളിലേക്ക് ഒഴുകി വന്നിരുന്നു. അന്ന് ഏജൻസികൾ വഴി ശേഖരിച്ച വെളിച്ചെണ്ണയുടെ വിലയിൽ ഒരു തവണ കൂടി വില കുറവ് പറ്റുമോ എന്ന് നോക്കും. 339 രൂപയാണ് നിലവിലെ വില. കൊപ്രവില 290 രൂപയിലും താഴ്ന്നിരുന്ന സമയത്ത് ബാച്ചായതിനാൽ ഇനിയും വില കുറയ്ക്കാൻ പറ്റിയേക്കും. പക്ഷേ ഓണത്തിന് ശേഷം പുറം വിപണിയിൽ വെളിച്ചെണ്ണയുടെ വില തിരിച്ചു കയറുന്നത് വെല്ലുവിളിയാണ്. FCI ഉദാരനയം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അരി കാര്യമായി ശേഖരിച്ച് 25 രൂപ നിരക്കിൽ കൊടുക്കാൻ കഴിയുമോ എന്ന് നോക്കും. ഓണത്തിന് കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ 20 കിലോ അരിയാണ് ഓരോ കാർഡിനും നൽകിയത്. നിലവിൽ സപ്ലൈകോ വില 33 രൂപയാണ്. GST രജിസ്ട്രേഷനുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും 28 രൂപ നിരക്കിൽ ഒക്ടോബർ വരെ അരി നൽകുമെന്നാണ് FCI നയം. രാസലഹരി കേസിൽ അറസ്റ്റിലായ റിൻസി മുംതാസിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് പിടികൂടിയ ലഹരി കൊമേഴ്ഷ്യൽ അളവിലല്ലായിരുന്നു എന്നത് പരിഗണിച്ചാണ്. ജൂലൈ 9 റിൻസി മുംതാസിനെയും സുഹൃത്തായ യാസർ അറാഫത്തിനെയും കൊച്ചിയിലുള്ള ഫ്ളാറ്റിൽ 22.55 ഗ്രാം MDMA അടക്കം പിടികൂടിയെന്ന ആരോപണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ ഫോറൻസിക് ലാബ് റിപ്പോർട്ടിൽ പിടിച്ചെടുത്ത വസ്തു MDMA അല്ല എന്ന് കണ്ടെത്തി. പിടിച്ചെടുത്തത് മെറ്റഫെറ്റമിൻ എന്നായിരുന്നു പരിശോധനാ ഫലം. പിടിച്ചെടുത്ത ലഹരി കൊമേഴ്ഷ്യൽ അളവിലല്ലായിരുന്നു. ഇക്കാര്യം പരിഗണിച്ചാണ് കോടതി റിൻസിക്ക് ജാമ്യം അനുവദിച്ചത്. അതായത് ലഹരിയുമായാണ് റിൻസി അറസ്റ്റിലായതെന്ന് സാരം. റിൻസിയുടെ അറസ്റ്റിന് ശേഷം പല വിവരങ്ങളും പോലീസിന് കിട്ടിയിരുന്നു. എന്നാൽ ഇതിലേക്കൊന്നും അന്വേഷണം നീണ്ടില്ല. ഇതിന് പിന്നിൽ വലിയ ഇടപെടലുണ്ട് എന്നാണ് വിലയിരുത്തൽ. സിനിമാ മേഖലയിലുള്ളവർക്ക് രാസലഹരി വിൽപ്പന നടത്തിയെന്നതാണ് ഇവർക്കെതിരെ ഉണ്ടായ ആരോപണം. കാക്കനാടിന് സമീപം പാലച്ചുവടിലെ ഫ്ളാറ്റിൽ നിന്നാണ് റിൻസിയെയും സുഹൃത്തിനെയും പോലീസ് പിടികൂടിയത്. സിനിമാ പ്രൊമോഷൻ വർക്കുകളിലും റിൻസി പ്രവർത്തിച്ചിരുന്നു. ആടുജീവിതം, കാട്ടാളൻ, മാർക്കോ എന്നീ ചിത്രങ്ങളുടെ പ്രൊമോഷൻ വർക്കുകളിലാണ് റിൻസി പ്രവർത്തിച്ചത്. ഉണ്ണിമുകുന്ദന്റെ പേഴ്സണൽ മാനേജറാണ് റിൻസി എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഉണ്ണിമുകുന്ദൻ തന്നെ അത് നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ റിൻസി മുംതാസ് പിടിയിലായതിനു ശേഷം നിർണായക വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. യുവതിക്ക് സിനിമാ മേഖലയിലെ പ്രമുഖരുമായും ബന്ധമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സിനിമാ പ്രൊമോഷൻ പരിപാടികളുടെ പേര് പറഞ്ഞ് താരങ്ങൾക്കുൾപ്പെടെ ലഹരി എത്തിച്ചു നൽകുന്നതായിരുന്നു റിൻസിയുടെ ജോലി എന്ന് പോലും വിലയിരുത്തലെത്തി. സിനിമാ മേഖലയിലെ ഡ്രഗ് ലേഡി എന്നായിരുന്നു യുവതി അറിയപ്പെട്ടതെന്ന് പ്രമുഖ മാധ്യമങ്ങളും വാർത്ത നൽകി. റിൻസിയുടെ അറസ്റ്റിന് ശേഷം ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ വൻതോതിൽ ലഹരി ഒഴുക്കിയതായും അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു. റിപ്പോർട്ടുണ്ടായിരുന്നു. ലഹരി ഇടപാടുകാരുമായി റിൻസി നടത്തിയ ചാറ്റുകളും പുറത്തുവന്നു. ലഹരി കൈമാറിയ സിനിമാ താരങ്ങളുടെ പേരുകൾ റിൻസി പോലീസിന് നൽകിയിട്ടുണ്ട് എന്നും പ്രചരണമെത്തി. ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഇടപാടുകളും നടത്തിയെന്നും വിലയിരുത്തി. പക്ഷേ ഇതിലേക്കൊന്നും അന്വേഷണം നീണ്ടില്ല. ഇതിന് പിന്നിൽ വലിയ ഇടപെടലുണ്ട് എന്നാണ് വിലയിരുത്തൽ. യൂട്യൂബിലെയും ഇൻസ്റ്റാഗ്രാമിലെയും താരമാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശിനിയായ റിൻസി മുംതാസ്. മലയാള സിനിമയിലെ യുവതാരങ്ങൾക്കിടയിൽ സുപരിചിത. അടുത്ത കാലത്തിറങ്ങിയ പല ചിത്രങ്ങളുടെയും പ്രൊമോഷനും മറ്റു പ്രചാരണ പരിപാടികളും ഏറ്റെടുത്ത് നടത്തിയിരുന്നത് റിൻസിയായിരുന്നു. സെറ്റുകളിലും പ്രൊമോഷൻ പരിപാടികളിലും റിൻസി സജീവമായിരുന്നു.
യുവതിയുടെ സഹായിയായി പ്രവർത്തിച്ചിരുന്ന യാസർ അറാഫത്ത് എന്ന യുവയെന്നാണ് പോലീസ് പറഞ്ഞത്. ലഹരി എത്തിച്ചു നൽകിയതും വേണ്ടവർക്ക് കൈമാറുന്നതുമെല്ലാം യാസറായിരുന്നു. സിനിമാ PR കമ്പനിയായ ഒബ്സ്ക്യൂർ എന്റർടൈൻമെന്റിന്റെ ഭാഗമായിരുന്നു യുവതി. ലഹരി കേസിൽ പിടിയിലായതോടെ റിൻസി ഒബ്സ്ക്യൂർ തള്ളി പറഞ്ഞിരുന്നു.